ദീപക് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ദീപകിൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ? ഇങ്ങനൊരു അവസ്ഥയേ ഉണ്ടായിട്ടില്ല. ഇല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റുകൾ വരുമ്പോൾ മരണങ്ങളുണ്ടായ കണ്ടിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകളുടെ ബോഡികൾ ഒരേ സ്ഥലത്ത് കിടത്തിയത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രമേൽ ഭീതിതമായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അൻസാർ പറഞ്ഞ പോലെ ശിരൂരിൽ നിന്ന് വരുമ്പോൾ ഈ ആളുകൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അർജുനെ കിട്ടുമോ ആ ചോദ്യത്തിന് ഇങ്ങനെ നിരന്തരം നമ്മൾ ചോദ്യങ്ങൾ അവിടുത്തെ അധികൃതരോട് ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കാര്യമായിട്ട് എടുക്കാൻ കഴിയാതെയാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുന്ന വാക്കുകളുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്നലെയാണ് ഞാനതിൽ തകർന്നു പോയൊരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മൾ അല്പം മുൻപ് ഹനൂഫുമായിട്ട് സാറ് സംസാരിച്ചത്. ഹനൂഫിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഹനൂഫ് അവിടെ റോഡരികിൽ നിന്നിട്ട് ചായ കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ കൂട്ടുകാരികളെ തിരയുന്നവർക്ക് ഞാൻ ഒരു വെള്ളം കൊടുക്കുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. അതായത് ആ കുഞ്ഞു മോളുടെ മനസ്സിൽ വന്നാന്ന് ആലോചിക്കണം. എൻ്റെ വീട്ടിലുമുണ്ട് കുഞ്ഞുമക്കൾ. അപ്പോൾ അവർക്കായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതെങ്കിലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കാണുന്ന കാഴ്ചകൾ ഓരോന്നും നമ്മളവിടെ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ വന്ന് ഈ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ കടന്നിട്ട് വേണമല്ലോ അകത്തേക്ക് എത്താൻ. ഇപ്പം ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് പോലീസ്. അപ്പോൾ അവിടെ വന്നിട്ട് സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മുറവിളി കിട്ടുന്ന മനുഷ്യരുണ്ട്. ആധാർ കാർഡ് ചിലരുടെയൊക്കെ പോക്കറ്റിലുണ്ട്. അത് കാണിച്ചിട്ട് ഒന്ന് കയറിക്കോട്ടേയും ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കടത്തിവിടാൻ പ്രയാസപ്പെടുന്നത്. അപ്പോൾ അവർ കരഞ്ഞു പറയുന്നുണ്ട്, അവരുടെ സ്വന്തം ഇടായിരുന്നു, അവർ ഇന്നലെ വരെ വിരാജിച്ച ഇടാ, അവിടേക്ക് ഇന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനത്തെയൊക്കെ നിരവധിയായ കാഴ്ചകൾ കാണുമ്പോൾ ശിരൂരിൽ ദീപക് നേരിട്ട ചോദ്യം അർജുനെ കിട്ടിയോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഡെഡ് ബോഡി കിട്ടിയോ എന്നുള്ളതാണ് അല്ലേ? പലർക്കും പ്രതീക്ഷ അറ്റിട്ടുണ്ട് പൂർണ്ണമായിട്ടും. പക്ഷേ അപ്പോഴും അവരെ ഈ അർജുൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അവശേഷിക്കുന്നവർക്ക് അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്ന് ടച്ച് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. രഞ്ജിത്ത് ഈ ക്യാമ്പുകളിൽ കൂടുതൽ സമയം ചെലവഴിച്ചാണ്. എനിക്കൊന്ന് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആദ്യം പോകുമ്പോൾ വെള്ളരിമലയിലേക്ക് പോകുമ്പോൾ ഒരു അപകടകരമായ യാത്രയായിരുന്നു.